പ്രാർത്ഥിച്ച് ദൈവത്തെ പുറപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം ഈ ഭവനത്തെ സൂക്ഷിച്ചു, സഹായിച്ചു. വ്യത്യസ്തമായ അവസ്ഥകളിൽ കർത്താവിൻ്റെ താങ്ങും തണലും അനുഭവിക്കാനായിട്ട് അവരെ കർത്താവ് സഹായിച്ചു. നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാൻ, ദൈവജനത്തിന് മുമ്പിൽ ഇരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ ശക്തിയുള്ള ഉന്നതതായിരിക്കുന്ന തിരുവചനം എന്നാണ് നാം വായിക്കുന്നത്. അപ്രകാരം കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അത് ജീവനായിട്ട് വരും ദിവസങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ, കർത്താവിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ഹൃദയമുള്ളവരായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വചന കേൾവി രാത്രിയിൽ നമുക്ക് എല്ലാവർക്കും കാരണമാക്കി തീർക്കട്ടെ. ആ നിലയിൽ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 40 മുതലുള്ളതായിരിക്കുന്ന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 40 മുതലുള്ളതായിരിക്കുന്ന ഭാഗം. അവിടെ നമ്മൾ കാണുന്നത് യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഇത് എവിടെ നിന്നാണ് മടങ്ങി വരുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാണ്. ഗെരസേന്യ ദേശത്തേക്ക് കർത്താവ് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ ശേഷം മടങ്ങി വരുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കർത്താവ് മടങ്ങി വന്നപ്പോൾ അവിടെ നിന്ന് പടക് കയറി, നമുക്കറിയാം ഗെരസേന്യ ദേശത്തുള്ളതായിരിക്കുന്ന ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊന്ന് വേഗത്തിൽ പോകണം. അങ്ങനെ അവിടുന്ന് കർത്താവ് മടങ്ങി വരികയും ആ മടങ്ങി വരുമ്പോൾ ഉള്ളതായ അവസ്ഥയാണ് നമുക്കവിടെ കാണാം. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകേണ്ടത് ആവശ്യം. ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തെ കാത്തിരുന്ന് കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട്, കർത്താവിനോട് കൂടെ നടക്കുവാനായിട്ട്, കർത്താവിൽ നിന്ന് പ്രാപിക്കാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിൻ്റെ മനോഭാവം നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് താഴേക്ക് 41-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അതൊരു ഇൻസിഡൻ്റാണ്. അതിനുശേഷം സംസാരിക്കുന്നത് ഒരു പള്ളിപ്രമാണിയുടെ വീട്ടിൽ, യായിറോസിൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം ഒന്ന് നമുക്ക് ലളിതമായിട്ട് വാക്യപ്രതി വാക്യമായിട്ട് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുക. 41-ാം വാക്യം: അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരേണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തെക്കിക്കൊണ്ടിരുന്നു. നമുക്കറിയാം യായിറോസിൻ്റെ വീട്ടിലെ അവസ്ഥ. കുഞ്ഞ് ഏകദേശം മരിക്കാറായിരിക്കുന്ന അവസ്ഥയാണ്. 12 വയസ്സാണ് ആ പെൺകുഞ്ഞിന്. ഏകജാതയായിരിക്കുന്ന കുഞ്ഞാണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് ഏകജാതയായ പെൺകുട്ടി പ്ലസ് നമ്മൾ വായിച്ചത് അവള് 12 വയസ്സേ ആയിട്ടുള്ളൂ. ഈ അപ്പൻ ഈ കുഞ്ഞിന്റെ പ്രയാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ കുഞ്ഞിനെ അത്രമാത്രം മരണാവസ്ഥയിലേക്ക് അവൾ പോയിരിക്കുക, അത്രമാത്രം ക്ഷീണിതയായിട്ട് മാറിയിരിക്കുക. അപ്പോ കുഞ്ഞ് വീട്ടിൽ കിടക്കുന്നു, അപ്പൻ എങ്ങോട്ട് ഓടിയിരിക്കുക? യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വന്നിരിക്കുകയാണ്. യേശു കർത്താവിൽ നിന്ന് സൗഖ്യം കിട്ടണം. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് മരിക്കുന്നതിന് മുൻപായിട്ട് യേശു കർത്താവിനെ എവിടെ എത്തിക്കണം? വീട്ടിലെത്തിക്കണം. കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുക്കുവാൻ മതിയായവനാണ്. മരണത്തിന് മുൻപായിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓടി വന്നിരിക്കുകയാണ്. കർത്താവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുക, നീ വേഗത്തിൽ വീട്ടിലേക്ക് വരണം, നമുക്ക് പോകാം എന്ന് പറഞ്ഞാണ് കർത്താവിനെ പുരുഷാരം ഒന്നടങ്കം കർത്താവ് പോവുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരേണം, അല്ലെങ്കിൽ കർത്താവ് മരിക്കുന്നതിന് മുൻപ് ചെല്ലണം. ആ നിലയിൽ കർത്താവ് ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണം എന്നുള്ള ആശയത്തോടു കൂടിയാണ് താൻ വന്നിരിക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് നടക്കുന്ന ഒരു സംഭവമാണ് 43-ാം വാക്യം. അന്ന് 12 സംവത്സരമായ രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഇതും 12 വർഷമാണ്. അപ്പൊ ഈ കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 12 വയസ്സ്. ഈ സ്ത്രീക്ക് ഇപ്പൊ രോഗം തുടങ്ങിയിട്ട് എത്രയായി? 12 സംവത്സരമായി. ഞാൻ മനസ്സിലാക്കുന്ന ഈ കുഞ്ഞ് ഇപ്പൊ 12 വയസ്സ് ആയി. അത്രയും വർഷമായിട്ട് ഈ സ്ത്രീ എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുക? ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക.
ഈ യായിറോസിന്റെ വീട്ടിലേക്കുള്ളതായിരിക്കുന്ന യാത്രയുടെ മധ്യത്തിലാണ് ഇവൾക്ക് ഈ സൗഖ്യം കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വിചാരിക്കുന്നത് വലിയൊരു പുരുഷാരത്തോടുകൂടെ യായിറോസ് വിളിച്ചതിന്റെ ഫലമായിട്ട് കർത്താവ് എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് പുരുഷാരം എല്ലാം തിക്കിക്കൂടി ഇങ്ങനെ പോവുക, വളരെ സ്പീഡിലാ പോകുന്നേ. അവിടെ എത്തണം യായിറോസിന്റെ വിളിക്കനുസരിച്ച്. വാസ്തവത്തിൽ കർത്താവിന് എമർജൻസി ഇല്ല. എമർജൻസി ഉണ്ടോ? കർത്താവിന് എമർജൻസിയുടെ ആവശ്യമില്ല. വേഗത്തിൽ ചെല്ലേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ യായിറോസിന്റെ ഹൃദയത്തിന് എന്തുണ്ട്? എമർജൻസി ആയിട്ട് ഇപ്പൊ ആരെത്തണം? കർത്താവ് വീട്ടിലെത്തണം. ബിക്കോസ് സൗഖ്യം, മരണത്തിന് മുമ്പായിട്ട് കർത്താവ് തൊടണം. ഈ കുഞ്ഞിന് എന്ത് കിട്ടണം? സൗഖ്യം കിട്ടണം. അതുകൊണ്ട് തന്നെ യായിറോസിന്റെ ഹൃദയത്തിന് ഭയങ്കര തിരക്കാ. പക്ഷെ കർത്താവിനോ? മരിച്ച് 4 ദിവസമായതിനെയും ജീവിപ്പിക്കുവാൻ കഴിയുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന, പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറഞ്ഞ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം എമർജൻസിയുടെ ആവശ്യമില്ല, വേഗത്തിൽ പോകേണ്ട ആവശ്യമില്ല. എത്ര ദിവസമായാലും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ഉയർപ്പിക്കാനായിട്ട് പറ്റും. എന്നാൽ യായിറോസിന്റെ പ്രവണതയ്ക്ക് അനുസരിച്ച് കർത്താവ് ഇവിടെ എന്ത് ചെയ്യുക? യാത്ര ചെയ്യുക, പുരുഷാരവുമായിട്ട് അവന്റെ വീട്ടിലേക്ക് പോവുക. ഞാൻ വിചാരിക്കുന്നേ ഈ കാര്യം ഈ സ്ത്രീ കേട്ട് കാണും. ഈ യാത്ര എന്തിനാണ് ഇങ്ങനെ എല്ലാരും കൂടെ വേഗത്തിൽ തിരക്ക് പിടിച്ച്? ഞാൻ വിചാരിക്കുന്ന യായിറോസിന്റെ ആ മനോഭാവവും കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരിക്കുന്ന ആ വെപ്രാളമൊക്കെ ആ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നു, കർത്താവ് വേഗത്തിൽ തുടരെ പോകുന്നു, പുരുഷാരമൊക്കെ തിക്കി പുറകെ പോവുക. കർത്താവ് പോകുന്നതിനനുസരിച്ച് അവരും വേഗത്തിൽ പോവുക. ആ വാർത്ത ഒരു വിധേന ഞാൻ ചിന്തിക്കുക, ആ വാർത്ത ആര് ശ്രദ്ധിച്ചു കാണാം? ഈ സ്ത്രീ ശ്രദ്ധിച്ചു കാണാം. ശ്രദ്ധിച്ചപ്പോഴാണ് അവൾ ഇതുവരെ അവൾക്കുള്ള മുതല് മുഴുവൻ ആർക്കാ കൊടുത്തേ? വൈദ്യന്മാർക്ക് കൊടുത്തു. വൈദ്യന്മാർ, ഏറിയ വൈദ്യന്മാർക്ക് അവളുടെ മുതല് മുഴുവൻ ചെലവാക്കിയിട്ടും ഇതുവരെ അവൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഒരു സൗഖ്യവും കിട്ടി. ഞാൻ വിചാരിക്കുന്നു 12 വർഷമായപ്പോഴത്തേന് അവള് മടുത്തു. വെറുതെ കൊണ്ടുപോയി കാശ് ചെലവാക്കുകയല്ലാതെ ഒരു പ്രയോജനം ഇല്ല എന്ന് മനസ്സിലാക്കി. നമ്മൾ ഇതുപോലെ ഇന്ന് മനസ്സിലാക്കുന്നുണ്ടാ, ഞാൻ മനസ്സിലാക്കുന്നത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി വെറുതെ കാശ് കൊണ്ടുപോയി അത് മുതലെടുക്കാൻ വേണ്ടി ഞങ്ങളെ പോലെയുള്ള കുറെ ആൾക്കാരും ഒക്കെ ആയിട്ട് സ്ഥാപനം ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായി. ഇപ്പൊ ഞങ്ങളെ ഹോസ്പിറ്റലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ തിരക്കാണ്. ഈവൻ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ എന്തോരോ വന്നിരിക്കുന്നറിയോ? ബിക്കോസ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഒട്ടുമില്ല. ബിക്കോസ് ഈ മരുന്ന് ഇങ്ങനെ കഴിച്ച് പോകുന്നതുകൊണ്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ആർക്കില്ല. ഇല്ല, പേടിയാ. പനി വരുമ്പോഴത്തേനും ചത്തു പോവെന്നുള്ള പേടിയാ, മരിച്ചു പോവെന്നുള്ള പേടിയായതുകൊണ്ട് നമ്മൾ വേഗം എങ്ങോട്ട് കൊണ്ടുപോകും? ആ പേടി മുതലെടുക്കാൻ വേണ്ടി ആരിയ്ക്കുക? ഞങ്ങളും ഇരിക്കുക. അതല്ലേ പേടിയല്ലേ നമുക്ക് മുതലാക്കാൻ പറ്റത്തുള്ളൂ. മരിച്ചു പോകുന്നുള്ളതായിരിക്കുന്നു. അതല്ല ഇയ്യോബിനോട് ശാത്താൻ പറയും, അവന്റെ ജീവന് വേണ്ടി എന്തും കൊടുക്കും. അതാ ഇന്ന് കൊടുത്തോണ്ടിരിക്കുന്നത്. ജീവന് വേണ്ടി എന്തും കൊടുക്കും. ആ നിലയിലാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവളുടെ മുതല് മുഴുവൻ എന്തിനു വേണ്ടി മുടക്കി? ഈ സൗഖ്യത്തിനായിട്ട് മുടക്കി. അവൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ സഹികെട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു കേൾവി കേൾക്കുന്നേ. യായിറോസിന്റെ വീട്ടിലേക്ക് ആര് പോകുക? കർത്താവ് പോകുക. യായിറോസിന്റെ മകള് മരിക്കാറായിട്ടുണ്ട്, അവളെ ജീവിപ്പിക്കാനായിട്ട് കർത്താവ് പോവുക. ഇങ്ങനെയൊരു കർത്താവ്. ഞാൻ വിചാരിക്കുന്ന ആ യാത്രാ മധ്യേ 12 വർഷമായിട്ട് പ്രയാസപ്പെടുന്ന ഈ സ്ത്രീ ആരുടെ അടുക്കലേക്ക് ചെന്നു? കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു. പക്ഷെ ഞാൻ വിചാരിക്കുക യായിറോസിന്റെ വീട്ടിലേക്കുള്ള യാത്ര എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട യാത്രയാണ്. കാരണം വളരെ തിക്ക് പിടിച്ച യാത്ര, വളരെ തിരക്കേറിയ യാത്ര. യായിറോസ് കാലിൽ പിടിച്ച് എന്ത് ചെയ്യുന്നു? അപേക്ഷിക്കുന്നു. ആ യാത്ര എല്ലാവർക്കും അറിയാം. നമ്മുടെ ചില പ്രവൃത്തികള്, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടിയുള്ള ചെയ്ത പ്രവൃത്തികളൊക്കെ എല്ലാവരും അറിയുന്ന പ്രവൃത്തികളായിരിക്കും. ആ യാത്രയും ആ പോക്കും, പിന്നെ കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? കുഞ്ഞിനെ സൗഖ്യമാക്കുന്നു. എല്ലാവരും കേട്ട് എല്ലാവരും പരസ്യമായിരിക്കുന്ന ഒരു പ്രവൃത്തി. എന്നാൽ ഈ സ്ത്രീയുടെ ഈ കാര്യം ആരേലും അറിഞ്ഞോ? ഇല്ല. ഈ സ്ത്രീ വരുന്നതാരും അറിയുന്നില്ല, തിക്കിന്റെ ഇടയിൽ കയറി തൊടുന്നതാരും അറിയുന്നില്ല, സൗഖ്യം കിട്ടുന്നതാരും അറിയുന്നില്ല. പക്ഷേ ആ പ്രവൃത്തി ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോ? ഇവളുടെ ഉള്ളിൽ ഈ വിശ്വാസം അങ്കുരിച്ചത് ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. ഇവള് വന്നത് ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. ഇവള് തൊട്ടത് ആരെങ്കിലും അറിഞ്ഞോ? ഇവളിലേക്ക് ശക്തി പുറപ്പെട്ടതും ആ കൂട്ടത്തിൽ നിൽക്കുന്നവരാരും അറിഞ്ഞിട്ടില്ല. ഇതുപോലെയും ചില പ്രവൃത്തികളുണ്ട്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചത് ആരും അറിഞ്ഞിട്ടില്ല, കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ആരും അറിഞ്ഞിട്ടില്ല, ചെന്നത് ആരും അറിഞ്ഞിട്ടില്ല,
തൊങ്ങലെ തൊട്ടത് ആരും അറിഞ്ഞു കാണുകയില്ല. എല്ലാം അങ്ങനെയുള്ള പ്രവൃത്തികളും ഉണ്ട്. ഇവിടെ നോക്കിയേ, എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നത്, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ഒരു ശിഷ്യൻ ഉത്തരം പറയുക, ഗുരു, എന്താണ് ഉത്തരം? ഗുരു, പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. തിക്കുന്ന സമയത്ത് ആരാ തൊട്ടെന്ന് ചോദിക്കുന്നതിന് എന്തോ ചോദ്യമായി ചോദിക്കുന്നു. പുരുഷാരം നിന്നെ തിക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്, എന്നിട്ട് ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുൻപിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. നോക്കിയേ, ഇവള് ചെയ്തതായിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന യാത്രയിൽ ഒരു വിധേന കേൾവിയിൽ നിന്നുണ്ടായ ഒരു വിശ്വാസം. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആത്മാവ് ഉളവാക്കുന്ന ഒരു വിശ്വാസമാണ്. അതാണ് കേൾവി വിശ്വാസം. കൃപയാലല്ലോ വിശ്വാസം മൂലം ഞാൻ രക്ഷിക്കാം. ഇന്ന് വരെ കേൾക്കാത്ത ഒരു കേൾവി, ആ കേൾവി അവരുടെ ഹൃദയത്തിൽ എന്തുണ്ടാക്കി? ക്രിസ്തുവിനോടുള്ള വിശ്വാസം ഉണ്ടാക്കി. ആ വിശ്വാസം അവളെ ആരുടെ അടുക്കലേക്ക് എത്തിക്കുക. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാക്കുന്ന വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ വിശ്വാസം നമ്മളെ ആരിലേക്ക് എത്തിക്കും? ക്രിസ്തുവിലേക്ക് എത്തിക്കും. പല ആളുകളിലും മാനസാന്തരമുണ്ട്, പക്ഷെ ആ മാനസാന്തരം ക്രിസ്തുവിലേക്ക് എത്തിക്കുന്ന മാനസാന്തരമല്ല. ഇപ്പൊ യൂദയ്ക്ക് മാനസാന്തരം ഉണ്ടായി. എന്താ യൂദയുടെ മാനസാന്തരത്തിന്റെ പ്രത്യേകത? യൂദയ്ക്ക് മാനസാന്തരം ഉണ്ടായതിനു ശേഷം താൻ എന്താ ചിന്തിച്ചേ? ഇനി ഞാൻ ജീവിക്കുന്നില്ല, ചത്തുപോയേക്കാം. ആ മാനസാന്തരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടേക്ക് എത്തുന്ന മാനസാന്തരമല്ല, ക്രിസ്തുവിലേക്ക് എത്തുന്ന മാനസാന്തരമല്ല. കുറ്റബോധം ഉണ്ടാവും, പക്ഷെ ആ കുറ്റബോധം ക്രിസ്തുവിൽ എത്തിക്കില്ല. നമുക്കൊക്കെ കുറ്റബോധം ഉണ്ടാകാം, പക്ഷെ കുറ്റബോധം ആരിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ വിജയം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിൽ എത്തിക്കുക. അതുപോലെ ഈ സ്ത്രീയിൽ ഉത്ഭവിച്ചതായിരിക്കുന്ന ആ വിശ്വാസം ഒരു പൂർത്തിക്കായിട്ട് ബന്ധപ്പെടുക. ശ്രദ്ധിച്ചേ, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന വിശ്വാസം ഒരു പൂർത്തീകരണത്തിനായി, ഒരു പ്രവൃത്തിയുടെ അന്തത്തിനായിട്ട് ബന്ധപ്പെടുക നമ്മുടെ ഉള്ളിൽ. അങ്ങനെയാണെങ്കിൽ ആത്മാവ് അവളെ എങ്ങോട്ട് നയിക്കുക? കർത്താവിന്റെ അടുക്കലേക്ക് നയിക്കുക. അങ്ങനെ അവൾ കർത്താവിന്റെ അടുക്കൽ ചെന്നു. അവളുടെ ഉള്ളിൽ പറയുന്നത് എന്താ? അവന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് എന്ത് കിട്ടും? ഞാൻ വിചാരിക്കുന്നേ, ഇങ്ങനെ തിക്കിത്തിരക്കിക്കൊണ്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് ഈ കർത്താവിന്റെ അടുക്ക് ഓൾറെഡി ഒരാൾ കാലെ പിടിച്ച് എന്തേ പറഞ്ഞോട്ടാ പോകുന്നേ? കുഞ്ഞിനെ ജീവിപ്പിക്കാൻ പോവും. അവൾക്ക് വെറും 12 വയസ്സേ ആയിട്ടുള്ളൂ. ഞാനാണെങ്കിലോ 12 വർഷമായിട്ട് ഡോക്ടർമാർക്ക് പൈസ മുടക്കി ആകെ പിടിവിട്ട സ്ത്രീ. ഞാനിനി അതിന്റെ ഇടയ്ക്കെങ്ങാനും പോയി കാലെ പിടിച്ചിട്ട്, കർത്താവേ ഞാൻ ഇത്രയും കാലം പ്രയാസത്തിലാന്ന് പറഞ്ഞ ഈ നാട്ടുകാരെല്ലാം കൂടെ കൂടി എന്നെ എന്ത് ചെയ്യും? അത് മാത്രമല്ല, രക്തസ്രാവമുള്ള ഒരു സ്ത്രീക്ക് പൊതുവിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇറങ്ങി നടക്കാൻ പറ്റില്ല. അത്രയും പ്രശ്നങ്ങളുള്ളതായിരിക്കുന്ന ഈ സ്ത്രീ എന്ത് വിചാരിച്ചാണ്? ഒരു കാര്യം ചെയ്തേക്കാം, കർത്താവെ ഞാൻ വിശ്വസിക്കുക, നിന്റെ തൊങ്ങലിൽ തൊട്ടാലും എനിക്ക് എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. ആ വിശ്വാസം ശക്തിപ്പെടുവാനിടയായി. ആ വിശ്വാസം അവളെ നയിക്കാൻ തുടങ്ങി. അവൾ എവിടെ എത്തി? കർത്താവിന്റെ അടുക്കലെത്തി. നോക്കിയേ, കർത്താവ് അവളുടെ വിശ്വാസത്തിൽ അവള് തൊട്ട ഉടനെ കർത്താവിൽ നിന്ന് എന്ത് പുറപ്പെട്ടു? ശക്തി പുറപ്പെട്ടു. ഞാൻ പറയുന്നേ, നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നവരാണ്, പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ തൊട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ തിക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര തിക്കായി. ഇപ്പൊ തിക്ക് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? കർത്താവിന്റെ പുറകെ നടക്കാനുള്ള തിക്കൽ. എന്തെല്ലാം മീറ്റിങ്ങുകളാ, ഏതെല്ലാം നിലയിലുള്ള സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററുകളുമാ, എന്തോരം കമ്മിറ്റികളാ നമുക്ക്. പക്ഷേ ഒരു കമ്മിറ്റിക്കും ആരെ കാണാൻ പറ്റുന്നില്ല? കർത്താവിനെ കാണാൻ പറ്റും. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം നമ്മള് തിക്കുന്നുണ്ട്, പക്ഷെ കർത്താവിൽ നിന്നൊന്നും കിട്ടും. വാസ്തവത്തിൽ കർത്താവിനെ എങ്ങനെയാ തൊടേണ്ടത്? വിശ്വാസത്താൽ തൊടണം. അങ്ങനെ വിശ്വാസത്താൽ ഒരുവൻ തൊട്ടാൽ തീർച്ചയായിട്ടും തന്റെ ഉള്ളിലേക്ക് എന്ത് പുറപ്പെടുമെന്നാണ് നമ്മൾ വായിച്ചത്? ശക്തി പുറപ്പെടും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ശക്തി പുറപ്പെട്ട ഒരു വ്യക്തി കർത്താവിനെ വ്യക്തിപരമായി ജീവനായിട്ട് ആസ്വദിക്കുക. അങ്ങനെ ആസ്വദിച്ചവൻ കർത്താവിനെ വിട്ട് പിന്നെ പോകുമോ? ഇല്ല. പലപ്പോഴും കർത്താവിന്റെ കൂടെ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിലും ഒന്നും ആസ്വദിച്ചിട്ടില്ല, ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, കർത്താവിൽ നിന്ന് ഒന്നും ആസ്വദിച്ചിട്ടില്ല. കർത്താവിനെ കുറിച്ച് വാസ്തവത്തിൽ ആസ്വദിച്ചാൽ
തീർച്ചയായിട്ടും നമ്മുടെ നാവ് നിറയെ നമുക്കറിയാം. ഒരു പാവനിയായിരിക്കുന്ന സ്ത്രീ ശിമിയോൻ, പരീശനായ ശിമിയോന്റെ വീട്ടിൽ കർത്താവ് ഉണ്ടെന്നുള്ളതായിരിക്കുന്ന അറിവ് കിട്ടിയപ്പോൾ അവൾ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ അവിടെ ഉണ്ട് എന്ന അറിവ് കിട്ടിയപ്പോൾ അവൾ എവിടേക്ക് വരിക? പരീശന്റെ വീട്ടിലേക്ക് വരിക. പരീശന്റെ വീട്ടിൽ വന്നിട്ട് അവൾ എവിടെ നിൽക്കുക? അവള് പുറകിൽ, ഞാൻ വിചാരിക്കുന്നത് ഫെയ്ത്ത് ഇരിക്കുന്നത് പോലെ ആയിരിക്കും കർത്താവ് ഇരിക്കുന്നത്. എങ്ങനെ? പുറകിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുക. അപ്പം കർത്താവിന്റെ പുറകിൽ ആ കാലിന്റെ പാദത്തിങ്കിൽ അവൾ ഇങ്ങനെ നിൽക്കുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങുകയാണ് കണ്ണുനീര്. എവിടേക്കാണ് ഇറങ്ങുന്നത്? കർത്താവിന്റെ കാലിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുക. ഞാൻ വിചാരിക്കുന്നത് ആ കാല് മുഴുവൻ കണ്ണുനീർ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? നനയുവാനായിട്ട് തുടങ്ങി. ഞാൻ വിചാരിക്കുന്നു അവള് പതിയെ താഴ്ന്ന് ഇരുന്നു. എന്നിട്ട് അവളെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും ബഹുമാനം കൊടുക്കുന്ന ഒരു സാധനമാണ് തന്റെ തലമുടി എന്ന് പറഞ്ഞു. അവൾ ആ തലമുടി കൊണ്ട് കർത്താവിന്റെ കാല് അവൾ ശരിക്കും തുടച്ചു. എന്നിട്ട് അവള് ചുംബിച്ചു. ആ കാല് തുടച്ച ശേഷം അവൾ എന്ത് ചെയ്തു? ചുംബിച്ചു. എന്നിട്ട് നമ്മളവിടെ വായിക്കുന്ന അവൾ കൊണ്ടുവന്ന് അവളെ ഏറ്റവും വിലമതിച്ച് അവളുടെ അധ്വാനത്തിന്റെ ഫലമായിരിക്കുന്ന വെങ്കൽ ഭരണി പൊട്ടിച്ചിട്ട് അവൾ ആ തൈലം കർത്താവിന്റെ കാലിൽ പൂശുക. എന്നിട്ട് ശിമിയോനോട് കർത്താവ് ഒരു വാക്ക് പറയുന്നു. ശിമിയോനെ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് വെള്ളം തന്നില്ല, പിന്നെ നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളെവിടെയാ ചുംബിക്കുന്നേ? ഇവളെന്റെ കാലിലാ ചുംബിക്കുന്നത്. ഇനി വെള്ളം നീ കുടിക്കാനാ തരണ്ടേ, ഇവള് കാലില ഒഴിച്ച. ഇനി നീ എന്റെ തലയിൽ തൈലം പകർന്നില്ല, ഇവളെവിടാ പകർന്നേ? കാലില. ഞാൻ വിചാരിക്കുന്നേ. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അകത്ത് വന്ന സമയം മുതൽ അവൾ ഇടപെടാതെ എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചുംബിച്ചു. പക്ഷെ പരീശൻ എന്താ അവിടെ കണ്ടെത്തിയ? ഇവൾ ആരാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ, ഇവൾ ഏത് തരത്തിലുള്ള സ്ത്രീയാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, അപ്പൊ ഇവൻ പ്രവാചകനൊന്നും അല്ലെന്നേ. ആയിരുന്നെങ്കിൽ ഈ കണക്കിനുള്ള സ്ത്രീ വന്ന് കാൽക്കലിരുന്ന് മുടി വെച്ച് തുടച്ച് ഉമ്മ വെക്കുമ്പോ നമ്മൾ എന്തോ പലപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത നമ്മുടെ ഹൃദയത്തിലുള്ള ദുഷ്ടത വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അളക്കുക. ഈ കള്ളന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ദൃഷ്ടിയിൽ ആരാ? പറഞ്ഞേ ആണ്. അത് നമ്മുടെ ഹൃദയം മേക്ക് ഓവർ ആകാത്തോണ്ടാ. ശുദ്ധനെല്ലാം ശുദ്ധമാണെന്നാ തിരുവെഴുത്ത് പറയുന്നേ. ആണോ? ശുദ്ധനെല്ലാം ശുദ്ധമാ. ബിക്കോസ് അവന്റെ ഹൃദയം കൊണ്ട് നോക്കുന്ന എല്ലാവരും അവന്റെ ദൃഷ്ടിയിൽ ആരാ? പിന്നെ എന്താ നമ്മുടെ ദൃഷ്ടിക്ക് പ്രശ്നം? നമ്മളൊന്ന് വിചാരിച്ചു നോക്കിയേ. നമ്മുടെ ദൃഷ്ടിയുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഹൃദയം ശരിയല്ലാത്തതുകൊണ്ട് നോക്കുന്നതൊക്കെ നമുക്ക് മഞ്ഞച്ചേ കാണത്തുള്ളൂ. മഞ്ഞപ്പിത്തമുള്ളവൻ നോക്കിയാലൊക്കെ മഞ്ഞയായിട്ട്. ഞാൻ ആ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ, നന്ദി കർത്താവിൽ നിന്ന് ശരിയായി പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര നന്ദി പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല? മതി വരത്തില്ല. കാരണം ഓരോ അനുഭവങ്ങളും അവൻ എന്തായിട്ട് തന്നെ കണക്കാക്കും? കർത്താവ് ചെയ്ത പ്രവൃത്തികളായിട്ട് കണക്കാക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ സ്ത്രീ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യന് ഇവള് ചെയ്ത പ്രവൃത്തി അറിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ അറിയാത്ത പ്രവൃത്തിയെ തീർച്ചയായിട്ടും ആര് പുറത്തു കൊണ്ടുവരും? കർത്താവ് പുറത്തു. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ആ ചെയ്യുന്നത് ആരും അറിയത്തില്ല, അപ്പൊ ചെയ്തത് ആരാളെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവരിക. എന്നാൽ അങ്ങനെ പുറത്തു കൊണ്ടുവരേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മളുടെ പ്രവൃത്തികൾ ആ കർത്താവിന്റെ കണ്ണുകൾ കൊണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പരസ്യപ്പെടുത്തേണ്ടതായിരിക്കുന്ന ആവശ്യം ഇല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാറുള്ളത്? അതെങ്ങനെയെങ്കിലും നാലാള്, പലപ്പോഴും സ്തോത്രകാഴ്ച സഞ്ചിയിൽ വലിയ സംഖ്യ ഇടാൻ നമുക്ക് മടിയാണ്. പക്ഷെ വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിലോ നമ്മൾ വലിയ തുകയിടും. കാരണം എന്താ? അത് അങ്ങേരെങ്കിലും അറിയുമല്ലോ ഞാൻ കൊടുത്തത്. പക്ഷെ നമ്മൾ സ്തോത്രകാഴ്ചക്കകത്തിട്ടാലോ പറഞ്ഞേ, ഒരു മനുഷ്യൻ അറിയത്തില്ല ഇതാരാ കിട്ടുക. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതിനെല്ലാം പ്രതിഫലം തരുന്നൊരു സ്വർഗത്തിലെ ദൈവമില്ലേ? ഒരു ദിവസം ക്ലിയർ ആയിട്ട് നീ എന്ത് ചെയ്തു അതൊന്ന് സമൂഹ മധ്യേ പറഞ്ഞ് വിറച്ച ഈ സ്ത്രീ പുറത്തേക്ക് വന്ന് എന്തോ പറയുന്നേ? ഈ കാര്യം വ്യക്തമാക്കും.
അത് കർത്താവ് പറഞ്ഞ പെർമിഷന്റെ അടിസ്ഥാനത്തിൽ അവൾ എന്ത് ചെയ്യുന്നേ? ഇനി മറഞ്ഞിരിക്കാനായിട്ട് പറ്റത്തില്ല. കർത്താവ് പറയുന്നുണ്ട്, വെളിച്ചത്ത് വരാതെ ഒന്നും ഇരിക്കുകയില്ല, ഇരുട്ടിലിരിക്കുന്നതെല്ലാം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. അതുകൊണ്ട് നമുക്കുള്ള ഒരു വലിയ ഉറപ്പെന്ന് പറയുന്നത് എന്താ? നാം ചെയ്ത എല്ലാ പ്രവൃത്തിയും എവിടെ വരും? വെളിച്ചത്ത് വരും. അതുകൊണ്ട് തന്നെ രഹസ്യത്തിൽ കാണുന്ന, എന്നെ മുഴുവനായി ദർശിക്കുന്ന, ഞാൻ പോകുന്ന വഴിയെല്ലാം എന്നെ നോക്കിക്കാണുന്ന ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്റെ ഹൃദയ മനസാക്ഷി മലിനമാണെങ്കിൽ ആ മലിനതയ്ക്കൊത്തവണ്ണമുള്ള കൂലി ഞാൻ പ്രാപിക്കുവാനായിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം ശുദ്ധീകരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകും. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന്റെ ഒരു പ്രത്യേകത, അവര് കൈയൊക്കെ കഴുകും ഭക്ഷണം കഴിക്കാൻ നേരത്ത്. പക്ഷെ അവരുടെ ഹൃദയം എന്ത് ചെയ്യാറില്ല? അവർ കഴുകാറില്ല. പുറമേയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും, പക്ഷെ അവരുടെ ഹൃദയത്തെ കഴുകുന്ന ഒരു ഉത്തരവാദിത്വം അവർ ചെയ്യാറില്ല. വാസ്തവത്തിൽ ഹൃദയത്തെ കഴുകണമെങ്കിൽ എന്ത് വായിക്കണം? തിരുവെഴുത്ത് വായിക്കണം. തിരുവെഴുത്ത് വായിക്കാത്ത ഒരു വ്യക്തിക്ക് ഹൃദയത്തെ കഴുകുവാനായിട്ട് കഴിയും. ഹൃദയം കഴുകപ്പെടണമെങ്കിൽ അവിടെ ആര് കയറിയിരിക്കണം? ക്രിസ്തു കയറിയിരിക്കണം. ക്രിസ്തുവിന്റെ നിറവാണ് വാസ്തവത്തിൽ ഹൃദയം കഴുകപ്പെടുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ അറിഞ്ഞു, എന്റെ നാവ് സമർത്ഥനായ ഒരു ലേഖകന്റെ എഴുത്തുകോലായി. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം അശുദ്ധിക്കും ദുഷ്ടതയ്ക്കും മലിനതയ്ക്കും സാധ്യത കൊടുക്കാതെ അവിടെ നാം വാസ്തവത്തിൽ എന്തിന് സാധ്യത കൊടുക്കണം? കർത്താവിന്റെ വചനത്തിന് സാധ്യത കൊടുത്തു കഴിയുമ്പോ വെള്ളം പോലെ അത് പൊട്ടി ഒഴുകുവാനായിട്ടിടയാകും, വചനം പുറത്തേക്ക് വരുവാനായിട്ട് പുറത്തു. അപ്പം നമ്മുടെ നാവ് കൊണ്ട് അനേക സഹോദരന്മാരുടെ കുറ്റം പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയുന്നവരായി മാറാൻ പറ്റും? വചനം സംസാരിക്കുന്നവരായി മാറാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിന്റെ അലമാരി നിറച്ചും ഞാൻ എന്ത് വായിച്ചു വെക്കണം? ദൈവത്തിന്റെ വചനം കയറ്റി വയ്ക്കണം. വാസ്തവത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ക്രിസ്തുവിൽ ആസ്വദിച്ച്, ക്രിസ്തുവിനെ തൊട്ട്, ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ ശക്തി ആസ്വദിച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോയാൽ നമ്മുടെ പ്രയത്നത്തെ കാണുന്ന, നമ്മുടെ പ്രവൃത്തികളെ അറിയുന്ന ദൈവം തീർച്ചയായിട്ടും ഒരു നാൾ നമുക്ക് എന്ത് നൽകും? പ്രതിഫലം നൽകും. മാത്രമല്ല, നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, അവിടെ കർത്താവ് ആ സ്ത്രീയോട് പറയുന്നത് ഇങ്ങനെയാണ്, അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. ലോകത്തിലുള്ള സൗഖ്യത്തിന്റെ പ്രത്യേകത എങ്ങനെയാ? മരുന്ന് കഴിക്ക്, 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണ്. എന്നിട്ട് അവൻ 3 ദിവസം കഴിഞ്ഞ് വന്ന് കാണാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ആ സമയത്തിനുള്ളിൽ മാക്സിമം അടിച്ചു മാറ്റണം. അതിനായി 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണാൻ പറയുന്നു. അപ്പൊ 3 ദിവസം വന്ന് കഴിഞ്ഞിട്ട് കണ്ടു കഴിയുമ്പോൾ എന്താ? പിന്നെ 3 ദിവസം കൂടെ ഞങ്ങൾക്ക് എന്തോ തരാം. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാം. ലോകത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ആരെയും നന്നാക്കാനല്ല, നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ആരിലാണ് ആശ്രയിക്കേണ്ടത്. ഒരു ഞാൻ വിചാരിക്കുക 12 വർഷം വൈദ്യന്മാരുടെ എല്ലാ ചികിത്സയും ശരിയായ നിലയിൽ മനസ്സിലാക്കി ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇനി വൈദ്യന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഇവക്കൊരു പ്രത്യേകത ഉണ്ട്. ഇനി എന്നെ പറഞ്ഞ് വെറുതെ എൻ്റെ കാശ് കളയാൻ വേണ്ടി ഉള്ളതെല്ലാം എന്ത് ചെയ്തു? തീർത്തു. ഇവരുടെ അടുത്തെല്ലാം ഞാൻ പോയി, എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായി. അതുകൊണ്ടാ നമ്മൾ പലപ്പോഴും നമ്മുടെ പരാജയം മനസ്സിലാക്കാതെ, ഞാൻ വിചാരിക്കുക, എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് പറയുക, നമ്മൾ പലപ്പോഴും ദേഷ്യമൊക്കെ പെട്ട പല കാര്യങ്ങളും നടക്കുമെന്നുള്ള ചിന്തയിൽ നമ്മൾ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കി പലതും സംസാരിച്ചു. ഈ ഒച്ച ഉണ്ടാക്കി സംസാരിച്ചു കഴിയുമ്പം നമ്മുടെ ചിന്ത നമ്മൾ പറയുന്നത് പിന്നെ എല്ലാവരും കേൾക്കും. പക്ഷെ ഈ ഒച്ച കൂട്ടി ആരും അനുസരിക്കുന്നില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ എന്താവും? പിന്നെ നമ്മൾ സ്വയം ഒച്ച കുറയ്ക്കാൻ തുടങ്ങും. എന്താ കാരണം? ഒച്ച കൊണ്ടൊന്നും നടക്കുകയെന്ന് മനസ്സിലായി. ഈവൻ എൻ്റെ കുഞ്ഞുങ്ങൾ പോലും 4 ദിവസം എൻ്റെ ഒച്ച കേട്ട് കഴിയുമ്പോൾ ഇങ്ങേര് മാക്സിമം ഒച്ച ഉണ്ടാക്കി എവിടം വരെ ഓടും അവിടം വരെ ഓടത്തില്ലെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒച്ച കൊണ്ടും നടക്കുകയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്? മറ്റു പ്രവൃത്തികൾ. ഞാൻ പറയുന്നത് നമ്മുടേതായ ആശയങ്ങളെല്ലാം തോക്കും, നമ്മുടേതായിരിക്കുന്ന ചിന്താഗതികളെല്ലാം തോക്കും. അത് ദൈവം ഇടച്ചക്കല്ലായി നിന്നുകൊണ്ട് നമ്മളെ തോപ്പിക്കും. എന്തിനാ കഴിയും? വിശ്വാസ കണ്ണുകൊണ്ട് അവനെ തൊടുവാനായിട്ട്. നമ്മുടെ എല്ലാ വഴികളിലും കർത്താവ് ഇടച്ചക്കല്ലായിട്ട് നിൽക്കും. എന്താ കാരണം? ഞാൻ എൻ്റെ സ്വയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന യാത്രയിൽ ദൈവത്തിന് തട നിന്നേ പറ്റൂ. കാരണം എന്താ? സ്വയത്തിന്റെ പ്രവൃത്തികളെ തോപ്പിച്ചാലേ നമ്മൾ ആരുടെ പ്രവൃത്തിയിൽ ആശ്രയിക്കത്തുള്ളൂ?
ദൈവപ്രവൃത്തിയിൽ ആശ്രയിക്കത്തുള്ളൂ. ഒരു ദൈവവേദനെ പ്രത്യേകിച്ച് അവന്റെ യാത്രയിൽ അവൻ സ്വയത്തിന്റെ കഴിവും പ്രാപ്തിയും ഒക്കെ തെളിയിച്ച് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഒരു ഉത്തരവാദിത്വം എന്ത് ചെയ്യുക എന്നുള്ളത്, തോൽപ്പിക്കുക എന്നുള്ളത്. ഞാൻ വിചാരിക്കുക കർത്താവ് ഈ സ്ത്രീയെ, അതിന്റെ തൊട്ട് മുൻപുള്ള ഇൻസിഡന്റ് അത് മനസ്സിലാവും നമുക്ക്. അതിന്റെ തൊട്ട് മുൻപ് ഈ ഗെരസേന്യ ദേശത്തേക്ക് പോകുമ്പോൾ ഈ ഭൂതഗ്രസ്തന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ബാ നമുക്ക് പടകിൽ പോകാന്ന് പറഞ്ഞാൽ കർത്താവ് വേഗം പടകിലേക്ക് കയറുന്നു, ശിഷ്യന്മാർ അതിലേക്ക് കയറുന്നു. അങ്ങനെ ഒരു യാത്ര എങ്ങോട്ടാ പോകുന്നതിന് പോലും അവർക്കറിയത്തില്ല. പക്ഷേ കർത്താവ് അവിടെ ആ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, കർത്താവ് ഓൾറെഡി ഈ ഭൂതഗ്രസ്തനിലുള്ള ലഗ്യോനോട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊക്കോണം, അവന്റെ ഉള്ളിൽ നിന്ന് പൊക്കോണം. കുറെ കാലമായി ആ വ്യക്തിത്വത്തെ ഇട്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നു, പൊക്കോണം എന്ന് പറഞ്ഞിട്ട് കൽപ്പന കൊടുത്തേച്ചാ എവിടുന്ന് പുറപ്പെടുന്നേ, ഇവിടുന്ന് ഇവരെ യാത്ര പുറപ്പെടുന്നേ. അങ്ങനെ പുറപ്പെട്ട് യാത്ര ചെയ്യുന്നു. ആ കർത്താവ് ഉറങ്ങുന്ന സമയത്താണ് എന്തുണ്ടാകുന്നേ, കാറ്റടിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശിഷ്യന്മാർ ചോദിക്കുന്നു, നീ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ? ഉടനെ കർത്താവ് ചോദിക്കുക, എന്ത് ചെയ്യും നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ വിശ്വാസം എവിടെ പോയി? വാസ്തവത്തിൽ നമ്മുടെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരെ വരുമ്പോ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യുന്ന കർത്താവ് ചോദിക്കുമ്പോ നമ്മുടെ പക്കൽ എന്തുണ്ടായിരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. കർത്താവെ ഞങ്ങളുടെ പക്കലുള്ള, അല്ലെങ്കിൽ നമ്മുടെ പരിമിതികളെ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. കർത്താവെ ഉണ്ടെന്ന് വിചാരിച്ച ആ വിശ്വാസം ഇപ്പൊ ഞങ്ങൾക്കില്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകുക, ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ഹൃദയം വിശ്വാസത്താൽ നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ദൈവം മതിയായവനാ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക? നമ്മുടേതായിരിക്കുന്ന ചില പ്രവൃത്തികള് അവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. വാസ്തവത്തിൽ ആരാ ഇവിടെ കിടക്കുന്നേ? കർത്താവ് അവിടെ കിടന്നുറങ്ങുക. കർത്താവും വെള്ളത്തിൽ പോകത്തില്ലേ സ്വാഭാവികമായ നിലയില്? എന്നാൽ അവരത് ചിന്തിക്കുന്നേ ഇല്ല. ആരുടെ ലക്ഷ്യം, ആരുടെ ജീവൻ അവർക്ക് വലുത്? കർത്താവിന്റെ ജീവൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ. അവിടെ പറയുക, ഉടനെ കർത്താവ് എഴുന്നേറ്റു, ശാസിച്ചു, എല്ലാം നിന്നു. എന്നിട്ട് നമ്മുടെ അവിടെ വായിക്കുന്നുണ്ട്, ആ ഗെരസേന ദേശത്തേക്ക് കയറുന്ന ഉടനെ ഈ ഭൂതഗ്രസ്തൻ ഓടി ആരെ എതിരേറ്റ് വരിക. അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്താ? ഭൂതങ്ങളോട് പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ വരുന്നു നമ്മുടെ ആള്, ഞങ്ങളെ ദേവി എങ്ങോട്ടായിരിക്കും? പാതാളത്തിലേക്ക് വിടല്ല. അതിനുള്ള സമയമായില്ലല്ലോ, സമയമാവുന്നേ ഉള്ളല്ലോ, ഞങ്ങളെ എങ്ങോട്ട് വിട്ടാൽ മതി. ആ കാണുന്ന പന്നിക്കൂട്ടത്തിലോട്ട് വിട്ടാൽ ഐറ്റങ്ങളെയും കുറെ എണ്ണത്തെ വെള്ളത്തിലിട്ട് ഞങ്ങൾക്കങ്ങ് പോകുകയും ചെയ്യാം. നോക്കിയേ, ക്ലിയർ ആയിട്ട് അത് ചെയ്തേച്ച് അവരെന്ത് ചെയ്തു കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം ആ ഉത്തരവാദിത്തത്തിനാണ് കർത്താവ് അവിടെ പോയെന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടു. ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. ഇനി ഭൂതഗ്രസ്തം മതി ആ നാട് നന്നാക്കാൻ. കാരണം തനിക്ക് കിട്ടിയതായിരിക്കുന്ന, കർത്താവ് കൊടുത്തതായിരിക്കുന്ന സൗഖ്യത്തിന്റെ മഹത്വം മതി നാളെ ആ ദേശത്തെ ആരിലേക്ക് കൊണ്ടുവരാൻ? ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവം നിനക്ക് ചെയ്തത് എന്താണെന്ന് നീ അറിഞ്ഞെന്ത് ചെയ്യണം? നീ ആ നാട്ടിൽ പാർക്കണം, നീ ആ വീട്ടിൽ അവരോട് അത് പറയണം. ആ വീട് മുഖാന്തരം ആ ദേശം ഒന്നാകെ ആരെ അറിയണം? ക്രിസ്തുവിനെ അറിയണം. ഞാൻ പറയുന്നേ, ഇവിടെ നമുക്ക് കണ്ടല്ലോ ആ വിശ്വാസത്തിന്റെ മഹത്വം എത്ര വലിയതാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ വില എത്ര വലിയതാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്ത, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ആ വിശ്വാസം ക്രിസ്തുവിൽ അങ്കുരിച്ച വിശ്വാസമല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആ വിശ്വാസത്തിന്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേടിയെടുക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്കറിയാം, 3 ദിവസം അബ്രഹാം യാത്ര ചെയ്തു, വിശ്വസിച്ചാണ് യാത്ര ചെയ്തത്. അതിന്റെ അവസാനം എന്ന് പറയുന്നത് എന്താ? ആ മകൻ യാഗം അർപ്പിക്കപ്പെടുന്നതിന് മുൻപായിട്ട് ദൈവം ഒരുക്കി വെച്ച ആട്ടിൻകുട്ടി അവിടെ കിട്ടുക എന്നുള്ളതാ വിശ്വാസത്തിന്റെ പൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ വിശ്വസിച്ചാൽ അതിനെന്തുണ്ടായിരിക്കണം? ഒരു പൂർത്തി ഉണ്ടായിരിക്കണം. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? വിശ്വസിക്കുന്നു എന്ന് പറയുകയും ആ സൈഡിലോട്ട് പോലും എന്ത് ചെയ്യത്തില്ല, തൊങ്ങലെ പോയിട്ട് ആ സൈഡിലേക്ക് പോലും പോകത്തുമില്ല. എന്നിട്ട് നമ്മൾ എന്തോ പറയുന്നേ? നമ്മൾ ആരെയാ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നേ? ദൈവത്തെയാ വിശ്വസിച്ചു. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെ വെളിപ്പെടേണ്ടതാണ്? പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു വരേണ്ടതാണ്. ഇനി താഴോട്ട് വായിക്കാം, അതിന്റെ 49 വാക്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. ഈ പുള്ളി, ഈ യായിറോസ് എവിടെ നിന്ന് ഓടി വന്നേ? മോള് മരിക്കാറായപ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കർത്താവിന്റെ കാൽക്കൽ വന്ന് വീണതാണ്. കർത്താവുമായിട്ട് ഇങ്ങനെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ കർത്താവ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നേരത്തെ ഓർത്ത് കർത്താവിന് എമർജൻസി ഇല്ല. കർത്താവ് എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? ആരാ എന്നെ തൊട്ടത്? ആ വ്യക്തി എന്തിയെ? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിച്ച പ്രവൃത്തി നടക്കുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മളെ ഭരിക്കാനുള്ള സാധ്യത പലപ്പോഴും നമ്മൾ കർത്താവിലേക്ക് വെച്ച ചില കാര്യങ്ങൾ അത് നടക്കാൻ ചില താമസം വരുമ്പോൾ
നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നവരാ? സംശയാലുക്കളായിട്ട് തീരുന്നു. അത് നടക്കുമോ? അങ്ങനെ ഒരു കാര്യം ദൈവം നടത്തി തരുമോ? കാത്തിരിപ്പിന് ഒരന്തം ഉണ്ടാകുമോ? ഞങ്ങൾ വിശ്വസിച്ച കാര്യം ദൈവം നടത്തി തരുമോ എന്നൊക്കെ ഉള്ളതായിരിക്കുന്നു ഒത്തിരി സംശയം. നോക്കി, അവിടെ ആ വ്യക്തി വന്ന് എന്താ പറയുന്നേ? ഇനി എന്ത് ചെയ്യണ്ട, ഗുരുവിനെ അസഹ്യപ്പെടുത്തൊന്നും വേണ്ട, കുഞ്ഞെന്ത് ചെയ്തു? മരിച്ചു. സ്വാഭാവികമായ നിലയിൽ അങ്ങനെ ഒരു വാക്ക് നമ്മൾ എന്തിനു വേണ്ടിയാ ഈ കാലൊക്കെ പിടിച്ച്? എന്തിനാ വന്നേ? അങ്ങോട്ട് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും എൻ്റെ മകൾക്ക് സൗഖ്യം. ഇവിടെ സ്വാഭാവികമായ നിലയിൽ ഈ മനുഷ്യൻ അതിൻ്റെ ഇടയ്ക്ക് നോക്കിയോണം, കർത്താവ് ആ സ്ത്രീയുടെ സൗഖ്യം കൊടുത്തതിലൂടെ അവന്റെ വിശ്വാസത്തെ ഒന്നുകൂടെ എന്ത് ചെയ്യിപ്പിച്ചു? ആ നിൽക്കുന്ന നിപ്പിന് കർത്താവോടെ ബലം കൊടുക്കാനായിട്ടാ ഈ നടുക്ക് ഈ ഒരു പ്രവൃത്തി കൂടെ നടക്കുക. അപ്പൊ ഞാൻ അവിടെ അവിടെ നോക്കി മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ട ഞാൻ വിചാരിക്കുക, ഇവന്റെ വായിൽ നിന്നൊരു വാക്ക് പുറത്തു വരാൻ ആരും സമ്മതിച്ചില്ല. കർത്താവ് മുന്നിൽ നിൽക്കുക. എന്തിനാ? വിശ്വസിച്ചവന്റെ ഉള്ളിൽ നിന്നൊരു ക്ഷീണവാക്ക് നാട്ടുകാരറിയാതിരിക്കാൻ. നമ്മൾ പലപ്പോഴും വിശ്വസിച്ച വിശ്വാസത്തിന് ഒരു ഉത്തരം കിട്ടാൻ വൈകുമ്പോൾ പലപ്പോഴും ക്ഷീണിച്ച വാക്കുകൾ ആരോട് പറയാൻ സാധ്യതയുണ്ട്, സമൂഹത്തോട് വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തൊന്നും വേണ്ട, എന്ത് ചെയ്യാം, ഇനി പൊക്കോട്ടെ, ഗുരു തിരിച്ചു പൊക്കോട്ടെ, അവള് മരിച്ചു, ഇനി ഒരു പരിഹാരം ഇല്ല, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് പറയുമ്പോ ക്ഷീണത്തിന്റെ എന്തിനാ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഓടിയേ? അറ്റ്ലീസ്റ്റ് എന്റെ കുഞ്ഞ് മരിക്കുന്നതെങ്കിലും എനിക്ക് എവിടെ നിന്ന് കാണാമായിരുന്നു, അവളുടെ അടുത്ത് നിന്ന് കാണാമായിരുന്നു, എന്തിനാ ഞാൻ ഓടിയേ എന്നുള്ള ഒരു നിലവിളി അവന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ, ഓ എന്റെ ദൈവമേ, എത്ര ശ്രേഷ്ഠനാ നമ്മുടെ ദൈവമല്ലേ! നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതായ ഒരല്പം വാക്ക് പോലും പുറമേക്കാരറിയാതിരിക്കാൻ, അവര് കേട്ടിട്ട് എന്റെ വിശ്വാസം ഒരല്പം പോലും ക്ഷീണിച്ചു എന്ന് പോലും ഒരാൾ അറിയാതിരിക്കാൻ. ഞാൻ ഓർക്കുക, യോബിനോട് വന്ന് പറയുക, നിനക്കുണ്ടായിരുന്ന ഒട്ടകങ്ങളെല്ലാം ആര് പിടിച്ചോണ്ട് പോയി? കൽദയര് പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ ഉടനെ യോ പറയുക, അവന്മാർ അന്ന് തൊട്ട് പണ്ട് തൊട്ടേ എനിക്കിട്ട് പണി തരാനിരിക്കുകയായിരുന്നു, ഇന്ന് അവൻ എനിക്കിട്ട് പണിതല്ലേ, ഞാൻ കൊടുക്കാം, അവനിട്ടൊക്കെ കൊടുക്കുക. ഇങ്ങനെയാണോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? യഹോവ തന്നു. ഓ, എന്തൊരു മഹത്വമുള്ള വാക്കാണ്! ഇവിടെ കൽദയരെ കുറ്റപ്പെടുത്തിയില്ല, നാട്ടുകാരെ മറ്റോ വന്നപ്പോ ആ ഒരുത്തൻ മാത്രം ചേടിച്ച, നീയും ആ പാർട്ടിപ്പെട്ടവനാ, നീ എന്നിട്ട് എന്നോട് എന്താ പറയുന്നേ? നീ ഒരുത്തൻ മാത്രം ചേടിച്ചു, ബാക്കിയെല്ലാം എന്ത് ചെയ്തു? പോയി. നീ പണ്ടേ ആ പാർട്ടി ആയിരുന്നു, പിന്നെ നീ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല, ഏതായാലും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണല്ലോ, ഞാൻ വരുന്നടാ, പണി നിനക്കിട്ട് വരുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെയല്ലേ സാധാരണ മറ്റുള്ളവർക്ക് പണി? നമ്മൾ ആ ചിന്താഗതികളെല്ലാം മാറ്റിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം. വാസ്തവത്തിൽ ദൈവം ജീവിക്കുന്നു. ഒരു ദൈവം വാസ്തവമായി ക്രമീകരിക്കാൻ മതിയായവനാണ്. നോക്കിയേ, ഇവിടെ യോബ് പറയാ, യഹോവ തന്നു, യഹോവ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് നഷ്ടമാകുന്നതും യഹോവ എടുക്കുന്നതാ, എനിക്ക് തരുന്നതും യഹോവ തരുന്നതാ. അങ്ങനെയാണെങ്കിൽ ആരോടും എനിക്ക് എന്തില്ല, ഒരു പ്രശ്നവുമില്ല. വാസ്തവത്തിൽ യോസേഫിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എടാ, ഞങ്ങളുടെ അപ്പനും മരിച്ചുപോയി, ഇനി ആരും പണിയും ഞങ്ങൾക്കിട്ട്. ജോസഫ് പണിയും, സഹോദരന്മാരുടെ പേടി അതായിരുന്നു. അപ്പൻ മരിച്ചു, അപ്പനുണ്ടായിരിക്കുമ്പോ അപ്പനുണ്ടല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾക്കിട്ട് എന്ത് ചെയ്യത്തില്ല. ഇനി അവന്റെ തനി സ്വഭാവം വെളിപ്പെടും. വളരെ പ്രയാസപ്പെട്ട് യോസഫിന്റെ അടുത്ത്, നീ ആ പഴയതൊക്കെ എന്ത് ചെയ്യണം? ഓ, ജോസഫ് എന്താ പറഞ്ഞു? എന്റെ ദൈവമേ, ജോസഫിന്റെ മറുപടി ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് മുൻപായി എന്നെ ദൈവം മിസ്രൈമിലേക്ക് അയച്ചു. എടാ, പൊട്ടക്കിണറ്റിലൂടെയാ ഞാൻ വന്നേ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇട്ടിട്ട പൊട്ടക്കിണറ്റി വന്ന, അല്ല, ഞാൻ വിറ്റ് എവിടെ വരപ്പെടണം? പറഞ്ഞേ, മിസ്രൈമി വരപ്പെടണം. എന്റെ യാത്ര അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപായി ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങളോട് ഒരുക്കിയിരിക്കുക. സ്തോത്രം! നമ്മുടെ കർത്താവ് എത്രമാത്രം വിശ്വസ്തനല്ലേ! ഞാൻ പറയുന്ന, വിശ്വസിക്കുന്ന ഒരു ഭക്തന്റെ വിശ്വാസത്തിന്റെ പൂർത്തിക്കായിട്ട് വാസ്തവത്തിൽ ആരാ ബന്ധപ്പെടുന്നേ? ഞാൻ ഓർക്കുക, ഈ രൂത്ത് ബോവസിന്റെ കാൽക്കൽ വന്ന് പുതപ്പ് നീക്കി കിടന്നതോടുകൂടെ ബോവസ് രൂത്തിനോട് പറയുന്ന, ഇനി നീ സ്വസ്ഥമായി, ഇനി എനിക്ക് സ്വസ്ഥതയില്ല. വാസ്തവത്തിൽ നമ്മുടെ കർത്താവിന്റെ കാൽക്കലേക്ക് നമ്മുടെ പ്രശ്നം വെച്ച് കഴിയുമ്പോ കർത്താവിന്റെ സ്വസ്ഥത കെടുക. എന്തുകൊണ്ട്?
വാസ്തവത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ഓ സ്തോത്രം! അങ്ങനെ ഒരു ദൈവം നമുക്കില്ലേ? അങ്ങനെ ബന്ധപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരാൻ വേണ്ടി മുൻപോട്ട് നീങ്ങുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കില്ലേ? പക്ഷെ നമ്മൾ ആരിലല്ല ആശ്രയിക്കുന്നേ? ആ ദൈവം. എന്നിട്ട് ആരിൽ ആശ്രയിക്കുക? നമ്മൾ സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്റെ മുമ്പിൽ പോയിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവന് കൃത്യമായ ഒരു ഉത്തരം പറയാതെ നാണം കെട്ട് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് എന്റെ പണം പോയതല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. വാസ്തവത്തിൽ നമ്മൾ ആരുടെ മുമ്പിൽ പറയണം? സ്തോത്രം! നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ പറയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിൽ. ആ ദൈവത്തെ അല്ലേ വാസ്തവത്തിൽ തൊട്ടും രുചിച്ചു പറയണ്ടേ? ഞാൻ ഓർക്കുക, ഈ യായിറോസിന്റെ മറുപടി അവനിൽ നിന്ന് പുറത്തേക്ക് വരും. യായിറോസിന്റെ വന്നാല് കേട്ടവരെന്തോ വിചാരിക്കും, ഇവന് വിശ്വാസമില്ലേ, പിന്നെ ഇവനെന്തൊന്നും ആരെ വിളിക്കാൻ വന്നേ? ഓ, അങ്ങനെ പുറത്തു വരാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ കാത്തു സൂക്ഷിക്കുന്നതും അവന്റെ പ്രവൃത്തിക്ക് ഉത്തരം നൽകുന്നതും ദൈവമാകട്ടോ. അതുകൊണ്ട് അവന് കഴിവുണ്ടായിട്ടൊന്നുമല്ല, അവൻ ആരിലാണോ വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ പൂർണ്ണത ആരെ എത്തിച്ചു കൊടുക്കുന്നത്? കർത്താവ് എത്തിച്ചു കൊടുക്കുക. താഴോട്ട് വായിച്ചേ, അവിടെ നമുക്കത് കാണാൻ സാധിക്കും. യേശു അത് കേട്ടാറെ ഭയപ്പെടേണ്ട. ആരോടാ പറയുന്നേ? വിശ്വസിച്ചവനോടാണ് പറയുന്നത്. ഈ പറഞ്ഞു വന്നവനോടല്ല, വിശ്വസിച്ചവനോട് പറയാ ഭയപ്പെടേണ്ട. അടുത്തത്, വിശ്വസിക്ക മാത്രം ചെയ്യുക. നീ വേറെ പണിക്കൊന്നും പോണ്ട, ഓടാൻ നിൽക്കണ്ട എങ്ങോട്ട്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് അങ്ങോട്ട് പോരെ, ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്തോ ചെയ്യാം? അങ്ങനെയല്ല. നീ വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി. അതിന് തണുത്ത് പുഴു അരിച്ചാലും ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞേ, ജീവിപ്പിക്കും. ഓ, മാർത്ത പറയുന്നൊരു വാക്കുണ്ടല്ലോ, നീ ഇപ്പോഴും പറഞ്ഞേ, ഇപ്പോഴും എന്തപേക്ഷിച്ചാലും സ്വർഗത്തിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ അറിയുന്നു. ഓ എന്റെ ദൈവമേ! അപ്പം ഇത് പറഞ്ഞേച്ച് കർത്താവ് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർക്കുമെന്ന് പറഞ്ഞ ഉടനെ പറയുക, ഒടുക്കത്തെ നാളിൽ എഴുന്നേക്കുമെന്ന് എനിക്കും അറിയാന്ന്. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ സ്ത്രീ പറയുക ഒടുക്കത്തെ നാളിൽ എഴുന്നേക്കുമെന്ന് എനിക്കും അറിയാം. അതല്ല, നീ പറഞ്ഞത് കറക്റ്റാ. ഇപ്പോഴും ഞാൻ എന്തപേക്ഷിച്ചാലും ഉത്തരം കിട്ടുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം! ഉയർത്തില്ലേ? പറഞ്ഞതുപോലെ. അതുകൊണ്ടാ കർത്താവ് പ്രാർത്ഥിക്കും ഇങ്ങനെ പറയുന്നേ, ഞാൻ എപ്പോഴപേക്ഷിച്ചാലും നീ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും ഈ ജനം ഒന്നറിയേണ്ടതിന്. ഓ സ്തോത്രം! ഈ ജനം ഒന്നറിയട്ടെ, ഞാൻ ആരിൽ നിന്നാ ഇത് പ്രാപിക്കുന്നെന്ന് ജനം ഒന്നറിയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാ, ലാസറേ പുറത്തു വരിക. സ്തോത്രം! ദൈവത്തിന് സാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നാം ബലഹീനരാ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും വിശ്വസിക്കാനായിട്ടുള്ള പ്രാപ്തിയും. പക്ഷെ ഈ നാളുകളിൽ ഈ വചനം കേൾക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയത്തോടൊന്ന് പറയാം, കർത്താവേ, എനിക്ക് അങ്ങയിൽ വിശ്വസിച്ചുള്ള ഒരു സമാധാനം. നോക്കി അവിടെ പറയുന്നുണ്ടോ, നീ സമാധാനത്തോടെ വീട്ടിൽ പോകാനാ പറയുന്നേ. ഇനി നീ ഒന്നും ചെയ്യാനായിട്ടില്ല, എല്ലാം ഞാൻ നിവർത്തിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോകാം. വാസ്തവത്തിൽ ആ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരാനായിട്ട് ദൈവം മതിയായവനല്ലേ? ആ ദൈവത്തിലല്ലേ നാം ആശ വെക്കണ്ടേ? ആ ദൈവത്തിൽ ജീവിക്കുന്ന ഒരു സ്വസ്ഥത എന്ന് പറയുന്നത് അത്രമാത്രം വലിയ സ്വസ്ഥതയാ. ആ സ്വസ്ഥത ആസ്വദിച്ച ഭക്തന്മാരല്ല അതുകൊണ്ടാ പാടിയത്, സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ട് തൻ ജീവനം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമായ ജീവിതം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കണ്ടിട്ട് പറഞ്ഞതാ, വെറുതെ പറഞ്ഞതല്ല, പറ്റിക്കാൻ പറഞ്ഞതല്ല. അത് കണ്ടിട്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞേ, അവനിൽ ആശ്രയിക്കുന്ന ഒരുത്തനും. ഞാൻ പറയാ, ഞാൻ ആശ്രയിച്ചു, ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല. ഇനി ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ലെന്നല്ല പറഞ്ഞ. ആത്മാവിൽ താൻ പറയുക, അവനിൽ ആശ്രയിച്ച ഒരുത്തനും ലജ്ജിച്ചു പോകും. സ്തോത്രം! നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം, നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ മുമ്പിൽ പകരാം. എന്നിട്ട് താഴേക്ക് നമ്മൾ വായിക്കുന്നത് എന്താ? അങ്ങനെ അവനോട് ഉത്തരം പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവനോട് പറഞ്ഞു. വ്യക്തതയില്ലാത്തൊരു വാക്കാണോ നമ്മുടെ കർത്താവ് പറയുക? പലരും പറയുന്നത്, എനിക്ക് കർത്താവ് ഉത്തരം പറഞ്ഞു തന്നു, അല്ലെങ്കിൽ കർത്താവ് ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരം കിട്ടി എനിക്ക്, അതാണ് അതിന്റെ പ്രാപ്തി. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തരാനായിട്ട് ആരാ? ദൈവം മതിയായ. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടാവുക? ഫുൾ പ്രഷറിലാ കാത്തിരിക്കുക. അല്ലാതെ വെറുതെ ഊഹാബോധം വെച്ചോണ്ടല്ല എന്ത് ചെയ്യുന്നേ? കാത്തിരിക്കും. കർത്താവ് മതിയായവനാ, ശക്തനാ, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, തീർച്ചയായിട്ടും അവൻ എനിക്ക് വേണ്ടി എഴുതും. അതിൽ യോബൊക്കെ പറഞ്ഞ, ഞാൻ ദേഹസഹിതനായി ആരെ കാണും?
അത് ഉറപ്പാ, അതെന്റെ ഉറപ്പാ. ഞാൻ കാണും, ഞാൻ അവനെ അറിഞ്ഞു, അവൻ എന്നെ കണ്ടു, അവൻ എന്നോട് കൂടെ. ഞാൻ വിചാരിക്കുക അവസാനമായപ്പോ തന്നെ യോബ് താൻ ദൈവത്തോടുള്ള വാദത്തിലേക്ക് ഏർപ്പെട്ടോടുകൂടിയുണ്ടല്ലോ, ശരീരത്തിന്റെ പ്രശ്നമൊക്കെ തീർന്നു. ഞാൻ വിചാരിക്കുക ശരീരത്തിന്റെ പ്രശ്നമായിരുന്നു ആദ്യം വലിയ പ്രശ്നമായിട്ട് പുള്ളി ചിന്തിച്ചോണ്ടിരുന്നത്. ദൈവത്തോടുള്ള വാദത്തിലേക്ക് പോയതോടുകൂടി ഉണ്ടല്ലോ ഈ പുറത്തുള്ള എല്ലാം മറന്നു. പിന്നെ ആരുമായിട്ടുള്ള വാദമാണ് നടക്കുന്നത്? അകത്തെ വാദമാണ്. പലപ്പോഴും നമുക്ക് പുറത്തേത് വലുതായിട്ടൊക്കെ തോന്നുമ്പോൾ ദൈവം ചില വാദം എവിടെ എടുത്തത്? അകത്തെടുത്തിട്ട് കഴിയുമ്പോൾ ഈ പുറത്തുള്ളതെല്ലാം ആരും മറക്കും. ഈ വ്യക്തി നമ്മളെ എന്തിനാ ഈ വാദമൊക്കെ കൊണ്ടുവരുന്നതറിയോ? നമ്മൾ വാദിച്ച് കർത്താവിനോട് ചോദ്യം ചോദിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഒത്തിരി ചോദ്യം നമുക്കുണ്ടായിരിക്കണം. ആ ചോദ്യമൊക്കെ എന്തിനായിട്ടായിരിക്കണം? ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിനായ ചോദ്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ അവസാനം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ചെവി കൊണ്ട് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണാൽ സ്തോത്രം. അങ്ങനെ ഹൃദയ കണ്ണുകൊണ്ട് കർത്താവിനെ കണ്ട ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തേണ്ടത് ആവശ്യമാണ്. അതിന്റെ താഴേക്ക് നമ്മൾ വായിക്കുന്നത്, അവൻ വീട്ടിൽ ചെന്നു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. എന്താ ഇങ്ങനെ? മാത്രമല്ല കർത്താവ് ചെല്ലുമ്പോൾ പറയുന്ന ബാല ഉറങ്ങുക എന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ എന്താ പറഞ്ഞാല്, ബാലയുടെ ECG ഒന്ന് എടുത്ത് നോക്ക്, മരിച്ചു എന്നൊന്ന് ഉറപ്പ് വരുത്തിക്കുക, എന്നിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞേ സൗഖ്യമാക്കി. എന്തിനാണെന്നറിയോ? ഞാൻ സൗഖ്യമാക്കി അല്ല, ഞാൻ ജീവിപ്പിച്ചത് നാലാൾ അറിയട്ടെ. പക്ഷെ കർത്താവ് ന്യൂട്രലൈസ് ചെയ്യാനാണ് ഇച്ഛിക്കുന്നത്. എന്ത്? ബാല മരിച്ചിട്ടില്ലെന്നേ, ബാല ഉറങ്ങുക. അപ്പൊ ഈ കേട്ടാൽ എന്ത് വിചാരിക്കും? ശരിയായിരുന്നല്ലേ, അപ്പൊ ഉറങ്ങായിരുന്നല്ലേ, ഉറങ്ങിയപ്പോ ഇങ്ങനെയാണ് എഴുന്നേൽപ്പിക്കാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കർത്താവ് അകത്തേക്ക് കയറി അതിന് വാതിൽ അടച്ചു. എന്നാ പിന്നെ മരിച്ചാണോ എന്ന് അറിയാൻ അതിനും തെളിവില്ല. അകത്തോട്ട് കയറി വാതിൽ അടച്ചു, പിന്നെ ഇതേട്ടാ കൊച്ചിൽ എഴുന്നോട്ട് വരും. നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ കർത്താവിൽ പറഞ്ഞ കാര്യങ്ങളും കർത്താവിൽ ചെയ്ത കാര്യമൊക്കെ നാലാൾ എന്ത് ചെയ്യണം? അറിയണം. വാസ്തവത്തിൽ ഇവിടെ നോക്കിയേ, കർത്താവ് ആരെ മാത്രമേ കൂട്ടുന്നുള്ളൂ? അപ്പനെ അമ്മേനും. കാരണം സങ്കടമുള്ളവർ അവർ മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ കണ്ണുനീര് ഒലിപ്പിച്ച് കാണിക്കുമെങ്കിലും യഥാർത്ഥ സങ്കടവും വേദനയും ഒക്കെ ആർക്കേ ഉണ്ടാവുള്ളൂ? നഷ്ടപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ആരെങ്കിലും പ്രയാസപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രയാസം അവർക്കായിട്ട് തന്നെ ഇരിക്കും, നമുക്കതൊരു പ്രയാസമേ അല്ലാതെയാവും. ബിക്കോസ് നമ്മൾ മറന്നുപോകും. മറ്റേ പുള്ളി പ്രയാസപ്പെട്ടിരിക്കുക, അദ്ദേഹം ആ കഷ്ടതയിൽ തന്നെയാ, നമ്മളെന്തോ ചെയ്യും? നമ്മൾ ശരിക്കും നിലവിളിക്കണമെങ്കിൽ എൻ്റെ സഹോദരന്റെ പ്രശ്നം ആരുടേതായി മാറും? എൻ്റേത്. അതിനെന്ത് ചെയ്യണം? കർത്താവ് ഗെത്സമന തോട്ടത്തിലുള്ള കരച്ചിലിനെ കുറിച്ച് നമ്മൾ അധിക ഭാരം അതിവ്യതയിലായിട്ടും ആ അധിക ഭാരം കർത്താവിന്റെ തലയുടെ മേൽ ചുമത്തപ്പെട്ടപ്പോ നമ്മളവിടെ വായിക്കുന്നേ, താതൻ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാണ് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അധിക ഭാരം ചുമത്തുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ സഹോദരന്മാരെ കുറിച്ചുള്ളതായിരിക്കുന്ന ഭാരം എന്ത് ചെയ്യണം? നിറയുമ്പോൾ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തില്ല? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാതിന്. ആരാ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക? ഈ വ്യക്തി യായിറോസ് വന്ന് കാൽക്കൽ വീണ് അപേക്ഷിച്ചു. വേറെ ആരെങ്കിലും ഈ കൊച്ചിന് വേണ്ടി കാൽക്കൽ വീണോ? അവരെന്താ വന്ന് പറഞ്ഞേ? പോയി, ഇനി ഗുരുവിനെ വെറുതെ അസഹ്യപ്പെടുത്തൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്തേക്കാം, മോനെ യായിറോസെ പോട്ടേടാ, വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരുടെയും വീട്ടിൽ ആരൊക്കെ പോകും, ഇന്നാരൊക്കെ പോകും, അതൊക്കെ ഞങ്ങൾക്കും പോയിട്ടുണ്ട്, നിങ്ങൾക്കും പോകും അതുപോലെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നല്ല ആശ്വാസവാക്കൊക്കെ പറഞ്ഞു. പക്ഷെ യായിറോസിനോട് കർത്താവ് പറയുന്ന മറുപടി എന്താ? വിശ്വസിക്കുക മാത്രം ചെയ്യും, അവൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞതുപോലെ. തീർത്തും ഗൗരവം ആർക്കാണോ? ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദന ആർക്കാണോ? ആ വേദന അറിഞ്ഞ് അവരെ മാത്രം എവിടെ കൊണ്ടുപോകുക? ആ രഹസ്യത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുക. വാസ്തവത്തിൽ ആ രഹസ്യത്തിലേക്ക് നമുക്കറിയാം, അബ്രഹാമിന്റെ മകനെ യാഗമർപ്പിക്കുന്ന സമയത്തും നമ്മളവിടെ വായിക്കുന്നത് എന്താ? നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ നിൽക്കും, ഞാനും ബാലനും അവിടത്തോളം ചെല്ലാം. കാരണം ഇത് ആരുമായിട്ടുള്ള കാര്യമാണ്, ദൈവമായിട്ടുള്ള കാര്യം. അവിടെ നാട്ടുകാരും വരേണ്ട ആവശ്യമില്ല. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും മതി. ആ കുഞ്ഞിനോടുകൂടെ മരിച്ച കുഞ്ഞിന്റെ അടുക്കിലേക്ക് കർത്താവ് അവരെ വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് കർത്താവ് എന്താ ചെയ്തതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. വാസ്തവത്തിൽ ആരാണ് ജീവിപ്പിച്ചതെന്ന് അവർ കണ്ടു. സ്തോത്രം, ദൈവമാണ് ജീവിപ്പിച്ചതെന്ന് അവർ കണ്ടു. പുറമേ ഉള്ളവർക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറയും, ഉറങ്ങാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, ഉറങ്ങിയതിനെ എണീപ്പിച്ചതായിരിക്കും, പുള്ളിക്ക് വല്ല മർമ്മ ചികിത്സയും അറിയുമായിരിക്കും, അപ്പൊ തൊട്ടപ്പം എന്ത് ചെയ്തതായിരിക്കും, എണീറ്റതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർ ശരിക്കും കണ്ടു, ബാലേ എഴുന്നേൽക്കാം. മരിച്ചവർ യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്ന നാഴിക വരുന്നത് പോലെ ക്രിസ്തു പറഞ്ഞ ഉടനെ ആരെണീറ്റു? ബാല എണീറ്റു. സ്തോത്രം. നമ്മളും ഇന്ന് ആ ജീവൻ പ്രാപിച്ചവർ. എഴുന്നേൽക്ക എന്ന് പറയുന്ന നാളിൽ ഇനി നമ്മൾ എഴുന്നേൽക്കാൻ പോകുന്നവരാ. ജീവനായിട്ട് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക.
വാസ്തവത്തിൽ ആ ആത്മാവുള്ള നമ്മൾ പ്രയാസപ്പെടുകയോ ഭാരപ്പെടാം. സ്വാഭാവികമായിട്ടും മാനുഷികമായ നിലയിൽ നമുക്ക് ഭാരമുണ്ടാകാം. പക്ഷെ നമ്മുടെ ആശ്രയം ആരിൽ തന്നെ ആയിരിക്കണം? യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കും. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനും എന്ത് ചെയ്യുകയില്ല, ലജ്ജിച്ചു പോകുക. പക്ഷെ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യനാണ് ആര്? ഭാഗ്യവാൻ. ആശ്രയമായിരിക്കുന്നവരല്ല, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ നിലയിൽ ദൈവത്തിൽ മാത്രം ആശ വെച്ച്, ദൈവത്തോടു കൂടെ മാത്രം നടന്ന്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാവരോടും മനസ്സിലുള്ളവരാകാം, എല്ലാവരോടും കരുണയുള്ളവരാകാം. വിശ്വസിക്കുന്ന ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ദൈവത്തിങ്കൽ എന്തപേക്ഷിച്ചാലും ആ അപേക്ഷ എനിക്ക് തരുവാൻ മതിയായ ദൈവമാണെന്ന് നമുക്ക് പറയാം. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ വചനം പഠിച്ചപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കർത്താവ് തന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് കഴുകാം. കർത്താവെ, എല്ലാവരെയും ഒന്നായി ചിന്തിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണം. മാത്രമല്ല, ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ഉത്തരം പ്രാപിക്കുമെന്നുള്ള ബലവത്തായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നുണ്ടല്ലോ, അവൻ എന്ത് തരും നമുക്ക്? പോകുന്ന മാത്രയിൽ എന്തും കൂടെ തരും? ആ ഉപദേശം, അതായത് ശക്തമായ ഉപദേശവും കൂടെ തന്ന ഈ വ്യക്തിയെ എങ്ങോട്ട് നയിക്കുന്നേ? ഈ വ്യക്തി ഈ കുഞ്ഞിങ്കിലേക്ക് നയിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതിന്റെ മധ്യ വെച്ചവൻ എന്ത് ചെയ്യും? ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കർത്താവ് ശക്തമായ ഉപദേശങ്ങളെ കൊടുത്ത്, ബലം കൊടുത്ത് വേണം അവിടെ എത്തിക്കാൻ. അല്ലെങ്കിൽ എന്താ, ക്ഷീണിച്ച വാക്കുകൾ പറഞ്ഞാൽ പോയില്ലേ? അങ്ങനെ പറയാനായിട്ട് ആരും സമ്മതിക്കില്ല. ഒരാളും നമ്മുടെ ക്ഷീണം കേൾക്കാൻ അനുവദിക്കാതെ കർത്താവ് തന്റെ ഭദ്രമായ കരങ്ങളിൽ നമ്മളെ സൂക്ഷിച്ച് അവൻ നമ്മെ എത്തിക്കേണ്ട മാർഗത്തിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും എത്തിക്കും. അതുകൊണ്ട് നമ്മൾ വചനമൊക്കെ പഠിക്കുമ്പോൾ ഞാനൊന്ന് ഓർപ്പിക്കുന്ന ഇതാ, പലപ്പോഴും നമുക്ക് കുത്തലായിട്ടൊക്കെ തോന്നിയാലും അത് ഒരു കുത്തുക എന്ന ലക്ഷ്യത്തോടെയല്ല. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വാസ്തവമായ നിലയിൽ ഇറങ്ങിച്ചെന്നിട്ട് ആ ചുറ്റികൊണ്ട് നമ്മുടെ ഹൃദയം പണിയപ്പെടുമ്പോൾ നമുക്ക് ആരോടും ഒരു പ്രയാസവും കാണത്തില്ല. നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉണ്ടാകൂ. ആ നിലയിൽ പണിയപ്പെടുന്ന ഒരു ഹൃദയമുള്ളവരാണ്. ദൈവത്തിലെ മാത്രം, ലോകത്തിൽ എന്തെല്ലാം ചെയ്തു വെച്ചാലും അതെല്ലാം നഷ്ടമാണെന്നും അതെന്റെ വെറുതെ എന്റേതെല്ലാം നഷ്ടമാക്കാനുള്ള ഒരു വിദ്യ മാത്രമാണെന്നും തിരിച്ചറിഞ്ഞു നമ്മുടെ ആശ്രയം സമ്പൂർണമായിട്ടും ആരിലേക്ക് നമുക്ക് വെക്കാം? ദൈവത്തിൽ വയ്ക്കാം. ആ നിലയിൽ ജീവിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ഈ വചന കേൾവി നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആ ശബ്ദം കയറി ചെല്ലട്ടെ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി അത് അങ്കുരിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിരിക്കുന്ന കർത്താവിനെ മാത്രം കാത്തിരിക്കുന്ന ഒരു മനസ്സുള്ളവരായിട്ട് നാം അതിനാൽ മാറട്ടെ. അതിനായിട്ട് ദൈവം ഈ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തുന്നു.